KCLൽ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് അദാനി ട്രിവാൻഡ്രം റോയൽസ് സഹ ഉടമ കീർത്തി സുരേഷ്. വരുന്ന സീസണുകളിൽ വനിതാ ക്രിക്കറ്റ് ലീഗും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കീർത്തി ജനം ടിവിയോട് പറഞ്ഞു. എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസൺ ഇന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ട്രിവാൻഡ്രം റോയൽസ് ടീമിൻ്റെ സഹ ഉടമ കൂടിയായ കീർത്തി സുരേഷ് ചേരുന്നുണ്ട്. കീർത്തി, KCL രണ്ടാം സീസണിലേക്ക് കിടക്കുകയാണ്. ഒരു ടീമിൻ്റെ ഉടമ എന്നുള്ള രീതിയിൽ എങ്ങനെ നോക്കുകയാണ്? കഴിഞ്ഞ വർഷം തുടങ്ങി KCL ഈ ഫസ്റ്റ് സീസൺ. കഴിഞ്ഞ സീസണിനെക്കാട്ടിലും വളരെ വലുതായിട്ടാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. ലോഞ്ച് മുതൽ എല്ലാ ഓരോ കാര്യങ്ങളായാലും പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയാലും എല്ലാം. സോ ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ ഈ സീസൺ എങ്ങനെയുണ്ടെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ കളി നാളെ തുടങ്ങാണ്. നാളെ തുടങ്ങിയിട്ട് 7th ആണ് ഫൈനൽ, സെപ്റ്റംബർ 7th ആണ് ഫൈനൽസ്. സോ ഇതിൻ്റെ ഇടയിൽ ഓണമുണ്ട്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഈ ടീം എന്ന് പറയുമ്പോൾ കൂടെ ഒരു സഹ ഉടമ മറ്റൊരാളെന്ന് പറഞ്ഞാൽ പ്രിയൻ സാറാണ്. അപ്പോൾ ഒരു കുടുംബം പോലെയാണ്. അതെ, പ്രിയൻ ആക്ച്വലി അച്ഛനാണ് ആദ്യം പറയുന്നത്. ഈ KCLൻ്റെ കാര്യം അച്ഛനാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രിയൻ അങ്കിൾ ഇങ്ങനെ ഇത് ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാഷനുള്ള ഒരു സ്പോർട്ടാണ്. അപ്പം പ്രിയൻ അങ്കിൾ പിന്നെ ഇതിൻ്റെ ആളാണ്. പ്രിയൻ അങ്കിൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ചെയ്യണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ തുടങ്ങിയതാണിത്. സുരേഷ് സാറ് കഴിഞ്ഞ ദിവസം ഈ KCL തന്നെ ഒരു ഇവൻറ്റിൽ പറഞ്ഞിരുന്നു, വീട്ടിലിപ്പോൾ ഒരു ക്രിക്കറ്റ് കുടുംബമായി മാറിയിട്ടുണ്ട്, കീർത്തി കൂടി ക്രിക്കറ്റ് കാണുന്നുണ്ട്, ഇത് ഭാഗമായിട്ടുണ്ട്. അപ്പം മേനകമാമും ക്രിക്കറ്റ് ഇപ്പോൾ കാണാറുണ്ട്, പണ്ട് ഇഷ്ടമല്ലായിരുന്നു, കാണാറുണ്ട്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കുടുംബമായി മാറിയെന്ന് സുരേഷ് സാർ തന്നെ പറയുന്നുണ്ട്. അതെ, നമ്മൾ അച്ഛനും ഞാനും എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ കാണാറുണ്ട്. പിന്നെ ഈ പല മാച്ചുകളും മറ്റേ ടെൻഷൻ അടിക്കുന്ന മൊമെൻറ്റ്സ് വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന അച്ഛനാണ്. ഞങ്ങൾ ആ മാച്ചിനെ കുറിച്ച് ചർച്ച ചെയ്യും, ഇങ്ങനെ ആവാമായിരുന്നു അങ്ങനെ ആവാമായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്ന അച്ഛനായിട്ടാണ്. ഇപ്പം അമ്മയും അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കണ്ടു തുടങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഭയങ്കര വലിയ ഫാനാണ്, ക്രിക്കറ്റ് ഫാനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ക്രിക്കറ്റ് കുടുംബം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഐ മീൻ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന കുടുംബമാണ്. KCL ഇപ്പോൾ യുവതാരങ്ങൾക്ക് വലിയൊരു അവസരമല്ലേ ഈ KCLയിലൂടെ നൽകുന്നത്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ KCL പോലൊരു ടൂർണമെൻറ്റ് നടത്തി വളർന്നു വരുന്ന താരങ്ങൾക്ക് വലിയൊരു അവസരം തന്നെയല്ലേ ഇത്? വലിയൊരു അവസരമാണ് ഇത്, വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ബിക്കോസ് എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും ചിലപ്പം പോകാൻ പറ്റിയെന്നില്ല. സോ ഇത് ഒരു തുടക്കമായിട്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ KCL ഒരിക്കൽ ഈ KCL ഈ കേരള ക്രിക്കറ്റ് ലീഗ് വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആൻഡ് ഇങ്ങനെ കുറേ യങ് ടാലൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അവർക്ക് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണോ ആവും. സോ എല്ലാവർക്കും ഓരോ കഥകളുണ്ട്. സോ എല്ലാവരും ഒന്നിക്കുന്ന ഇത്രയും കുറേ ടാലൻസ് ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ആസ് ഓണേഴ്സ് ഞങ്ങൾക്കും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനൊരു ഫീൽഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കും ഓണേഴ്സായിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇത്രയും നല്ല പ്ലേയേഴ്സ്. ആൻഡ് ഇപ്രാവശ്യം വളരെ നന്നായിട്ടുണ്ട്, ടീം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ KCLന് ശേഷം വനിതാ വേൾഡ് കപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ വുമൻസ് ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, കേരള ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് എന്താ പറയുക? അതാണ്, ക്രിക്കറ്റ് എന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കണ്ട കാലം മുതൽ ഇന്ന് എന്ന് പറയുമ്പം ഗ്രോത്ത് ഇമ്മെൻസ് ആണ്. അത് വലിയൊരു ഗ്രോത്താണ് നടന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം വിമൻസ് ക്രിക്കറ്റ് തന്നെ ഭയങ്കര വലുതായി കഴിഞ്ഞു. ഇപ്പം മിന്നുമണി, ആശ, സജ്ന എല്ലാവരും വളരെ നന്നായിട്ട് ലാസ്റ്റ് T20 ജയിച്ചു, കേരളം ജയിച്ചു. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അവർ കയറി. സോ ഇതൊക്കെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇനിയും കുറേ അച്ചീവ്മെൻറ്റ്സ് വരാൻ കിടക്കുന്നു. ആൻഡ് മിക്കവാറും 3rd സീസൺ ആവുമ്പം തന്നെ KCL എനിക്ക് തോന്നുന്നു വിമൻസ് ലീഗും ചിലപ്പം തുടങ്ങിയേക്കാം. സോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും. അവസാനമായിട്ട് ആരാധകരോട് എന്താ പറയാനുള്ളത്? KCL കേരള ക്രിക്കറ്റ് ലീഗ് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണൂ. എസ്പെഷ്യലി ക്രിക്കറ്റ് ലവേഴ്സ് എല്ലാവരും വന്ന് കാണണം. ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് 7th വരെ പോകുന്നുണ്ട്. സോ ഓണം ഇതിൻ്റെ ഇടയിലുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വലിയ വിജയപ്രതീക്ഷയിലാണ് ട്രിവാൻഡ്രം റോയൽസും ഉടമകളിൽ ഒരാളായ കീർത്തി സുരേഷും. തിരുവനന്തപുരത്ത് നിന്ന് എം നിഖിൽ കുമാർ, ജനം.